നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് ആണ്. സോ നമുക്കറിയാം നമ്മളൊരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് നമ്മൾ ലേൺ PHP പ്രോഗ്രാമിംഗ് എന്ന് സ്റ്റോർ ചെയ്യുന്നു. നമുക്കറിയാം നമുക്ക് സ്ട്രിങ് നമുക്കിതുപോലെ ഡബിൾ കോട്ടിനുള്ളിൽ എഴുതാം, അതുപോലെ നമുക്ക് സിംഗിൾ കോട്ടിനുള്ളിലും എഴുതാം. ശേഷം നമ്മൾ ഇത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എക്കോ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്നു സ്ട്രിങ്. ശേഷം നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ PHP പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് നമ്മുടെ ബ്രൗസറിൽ ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബേസിക് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് str ലോവർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. സോ str ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ സ്ട്രിങ്ങിനെ എല്ലാം ലോവർ കേസിലോട്ട് മാറ്റുന്നതിന്, സോ നമ്മളിത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ലോവർ കേസിലോട്ട് മാറ്റുന്നതിന് നമുക്കിത് ഉപയോഗിക്കാം. സോ ഉദാഹരണമായി ഞാൻ വീണ്ടും ഈ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ str ലോവർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതിനുള്ളിലോട്ട് ഞാൻ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. ഈ ഒരു ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പുതിയ വാല്യൂ ഈ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്കെല്ലാം സ്മോൾ ലെറ്ററിൽ അഥവാ ലോവർ കേസിൽ നമുക്ക് ലഭിക്കുന്നു. സോ str ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ അതിനെ ലോവർ കേസിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് str to അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം ഇത് അപ്പർ കേസിലോട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് മാറ്റുന്നു. സോ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് എല്ലാ ടെക്സ്റ്റും അപ്പർ കേസിൽ അഥവാ ക്യാപിറ്റൽ ലെറ്ററിൽ ഇതുപോലെ ലഭിക്കുന്നു. സോ str to അപ്പർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ട്രിങ്ങിനെ ഒരു ടെക്സ്റ്റിനെ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ പിന്നെ വരുന്നത് UC ഫസ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. സോ UC ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് മാറ്റുന്നു. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്ത പോലെ ആയിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം വരില്ല. സോ നമ്മളിവിടെ ആദ്യത്തെ ലെറ്ററിന് സ്മോൾ ലെറ്റർ കൊടുത്ത ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് വീണ്ടും ഈ L ക്യാപിറ്റലായി ലഭിക്കുന്നു. സോ നമ്മളിവിടെ ഒറിജിനലി കൊടുത്തത് സ്മോൾ ലെറ്റർ ആയിരുന്നു. സോ അതുപോലെ LC ഫസ്റ്റ് എന്ന് പറയുന്നൊരു മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ LC ഫസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ആദ്യത്തെ ലെറ്റർ സെൻറ്റൻസിലെ ആദ്യത്തെ ലെറ്ററിനെ ലോവർ കേസിലോട്ട് മാറ്റുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്ററിലായി ലഭിക്കുന്നു. അതുപോലെ UC വേർഡ്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മുടെ എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ അപ്പർ കേസിലോട്ട് മാറ്റുന്നു. സോ നമ്മൾ UC വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോ നമ്മൾ ഇതിനുള്ളിൽ എല്ലാം ലേൺ PHP പ്രോഗ്രാമിംഗ് എന്നെല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായി മാറുന്നു. സോ നമുക്കതിന് UC വേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് str റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഇത് നമ്മൾ നമ്മുടെ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. സോ നമ്മുടെ ടെക്സ്റ്റ് റിവേഴ്സ് ഓർഡറിലായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ str റിവേഴ്സ് എന്ന് കൊടുത്ത് സ്ട്രിങ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ PHP പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ഓർഡറിൽ നമുക്ക് വന്നതായി കാണാൻ കഴിയും. സോ അതിനുവേണ്ടി നമ്മൾ str റിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. പിന്നെ വരുന്നത് strlen എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മുടെ ടെക്സ്റ്റിൽ എത്ര ലെറ്റർ ഉണ്ടെന്ന് എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് ഇതുപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. സോ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21 എന്ന് ലഭിക്കുന്നു. സോ നമ്മളെ ഈ ലേൺ PHP പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ ഈ ഒരു സ്ട്രിങ്ങിൽ നമുക്ക് 21 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഈ വൈറ്റ് സ്പേസ് കൂട്ടിയിട്ട്. സോ ഇതാണ് പ്രധാനപ്പെട്ട സ്ട്രിങ്സുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ്.